ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ കൂട്ടുകാരനെ കാണാനായി എറണാകുളം അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വീഡിയോ ആണ്. കൂട്ടുകാരന് കാലിന് ലിഗമെന്റ് സർജറി ആയിട്ട് അഡ്മിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇന്നാണ് സർജറി വരുന്നത്. കൂട്ടുകാരൻ്റെ പേര് സുജു എന്നാണ്. അതോടൊപ്പം എറണാകുളത്ത് 2 ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അമ്മാമ്മയോട് പോയി വരാമെന്ന് പറഞ്ഞ് സ്കൂട്ടർ എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ സ്കൂട്ടറിൽ പെട്രോൾ അടിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴയും കാര്യങ്ങളുണ്ട്. മഴയൊക്കെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് പാരഗൺ റെസ്റ്റോറൻറ്റിലാണ്. പാരഗൺ എന്ന് ഞാൻ ആദ്യം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള ഈ ഒരു ഷോപ്പിൽ നിന്ന് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ഓണേഴ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവരാണ് ഓണേഴ്സ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വെള്ളയപ്പവും മഷ്റൂം വരട്ടും അതുപോലെ തന്നെ ഹാഫ് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ബിരിയാണി എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ കോഴിക്കോട് നിന്ന് കഴിച്ച ചിക്കൻ ബിരിയാണിയുടെ അത്ര ടേസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മഷ്റൂം വരട്ടും വെള്ളയപ്പവും കിടിലൻ ടേസ്റ്റ് ആയിരുന്നേ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ. അതിനുശേഷം ഒരു സുലൈമാനിയും ഈ ഇളനീർ പുഡിയും കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇളനീർ പുഡിങ് കിടിലൻ ടേസ്റ്റ് ആണ്, അടിപൊളി സാധനമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത്. അതും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ ആണ്. അപ്പോൾ ഇതാണ് ബില്ല് വന്നിട്ടുണ്ടായിരുന്നത്. ₹1 ബില്ലായിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇവർ ഫീഡ്ബാക്ക് എഴുതാനായിട്ട് പേപ്പറും തരുന്നുണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ അമൃത ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. ഈ ഒരു ബിൽഡിങ്ങിലാണ് സുജു ഉള്ളത്. ഇത് സുജുവിൻ്റെ ചേട്ടനാണ്, രഞ്ജു മാഷ് എന്നാണ് ഞാൻ വിളിക്കുക. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുകയാണ്. ചേട്ടൻ്റെ കയ്യിൽ ഇതേപോലെ കിഡിലൻ ഒരു ടാറ്റു ഉണ്ട്. സൂപ്പർ ഒരു ടാറ്റു ആണ്. അപ്പോൾ ടാറ്റു ഒക്കെ എനിക്ക് കാണിച്ചു തരാണ്. അതിനുശേഷം നമ്മളൊരു കോഫി കാര്യങ്ങളൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്യാണ്. സുജുവിന് ഓപ്പറേഷൻ കയറ്റിയേക്കാണ്. ഈ ഒരു മെഷീനിൽ നിന്നാണ് നമ്മൾ കോഫി കുടിക്കുന്നത്. ഇതിന് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കോഫി മേടിക്കാനായിട്ട് പറ്റും. സുജുനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സുജുൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആള് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. അതിനുശേഷം കുറേ നേരം സംസാരിച്ചിരുന്ന് നമ്മൾ തിരിച്ചിറങ്ങാണ്. പോകുന്ന വഴിക്ക് സിനിമയുടെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. ഞാൻ ഡിന്നർ കഴിക്കാനായിട്ട് ടർക്കിഷ് മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിലാണ് കയറിയിട്ടുള്ളത്. അടിപൊളി ഒരു ഷോപ്പാണ്. ഇതിനുള്ളിൽ തന്നെ ട്രെയിനിൻ്റെ ബോഗി പോലെയാണ് ഇവിടെ സീറ്റിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ നിന്ന് പെരി അൽഫാം മന്തിയാണ് കഴിച്ചിട്ടുള്ളത്. മന്തി എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അതിനുശേഷം മന്തിയും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.